നീ നടങ്ങ്. എല്ലാം എല്ലാം പോയി ആശാനെ. നമുക്ക് നമുക്ക് തിരിച്ചു പിടിക്കാം. അവർക്ക് എത്ര വേണം? ഇതിലൊരു 30 കോടി ഉണ്ടാവും. ഭയന്ന് ആശാൻ അറിയാലോ, വെറുതെ വിടില്ല. 60 കോടിയുണ്ട്. ഡേവിസേ, ആശാനെ, ആശാനെ വലിയ ഭയം വരുന്നുണ്ട്. ആശാനെ രക്ഷപ്പെട്ടു. ഹലോ ഡേവിസേ. ഹലോ. ഇല്ല ഷാനെ, അത് നമ്മളെ കൊണ്ട് നോക്കില്ല. എല്ലാ സമയം കൊണ്ട് നാട് വിട്ട് രക്ഷപ്പെടാൻ നോക്ക്. ഹലോ ബെന്നി. എന്തേ? നമ്മളാണ് കാശ് മുക്കിയത്. നമുക്ക് മനസ്സിലായി. നമ്മളോ? ഏത് നമ്മൾ? ബെന്നി, നീ എന്താ പറയണേ? ബെന്നി, നമ്മളെല്ലാം ഒരുമിച്ച് ബിസിനസ് പണിക്ക്. ജസ്റ്റ് ബിസിനസ്. ബെന്നി, ഹലോ. പണിക്കർ. ഹലോ, ആരാ? തിണ്ടിത്തരം കാണിച്ചിട്ട് അങ്ങ് മുങ്ങാന്ന് വെച്ചോ. എന്റെ കാശ് എവിടാനായേ? ബൈ. കുറച്ച് സമയം വേണം. ഞാൻ തിരിച്ചടയ്ക്കാം. നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിന്റെ സമയം നീ എണ്ണിക്കോ. ബൈ. ഞാൻ പറയുന്നത് കേൾക്കണം. ബൈ. ബെന്നി, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ ഒരു 30 കോടി ഉണ്ട്. ബെന്നി, നീ എന്റെ ഒറ്റ ചങ്ങാതിയാണ് ബെന്നി. ഞാൻ അത്രയും വിശ്വസിച്ചിട്ടാണ് നിനക്ക് എന്റെ പെങ്ങളായിട്ട് ചെന്നേ. എന്നിട്ടും നീ ആ വിശ്വാസത്തെ വെച്ച്
നമ്മളോ? ഏത് നമ്മൾ? ബിസിനസ് പണിക്ക്. ഇല്ല, നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിന്റെ സമയം നീ എണ്ണിക്കോ. പണിക്ക്. തിണ്ടിത്തരം കാണിച്ചിട്ട് മുങ്ങാന്ന് വെച്ചോ. ഏത് നമ്മൾ? നമ്മളോ? ഹലോടാ ബെന്നി. ചത്തില്ലേ നീ? കൂട്ടുകാരനായല്ല, മരിക്കാൻ തീരുമാനിച്ച ഒരാളെ എന്നെ കണ്ടാൽ മതി. ലെറ്റ്സ് ഡു ബിസിനസ് ടുഗെദർ വൺ ലാസ്റ്റ് ടൈം. എൻ്റെ ഒരു 30 കോടി വെറുതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. സാഹചര്യം തിരിച്ചു വയ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കായിരുന്നു, എൻ്റെ ഉറ്റ ചങ്ങാതിയായി നിനക്ക് വന്നാലോ. വേണോ എന്നിച്ച? അങ്ങോട്ട് വന്നാ മതിയോ? നിക്ക്, നീ അടങ്ങ്. നമ്മള് ഒരുമിച്ച് നോക്കിയ പടമാണല്ലോ. നമ്മളോ? ഏയ്, എന്തിനീ നാടകം? ആ, നമ്മൾ ഒരുമിച്ചാണ് ചെയ്തത്. എന്തിനാ അതിപ്പോ പറഞ്ഞത്? ബാക്കി തെളിയോ? ഇല്ല, നീ പോയി പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. നിനക്കെന്താ എത്ര ചെതി? എടാ ബെന്നി, കള്ള നായന്റെ മോനെ. പണിക്ക്. നിന്റെ ഒക്കെ ബായറ സംസാരിക്കണേ. ബായ് എന്താ അവിടെ? വലിയ തെറ്റാ നീ ചെയ്തേ ബെന്നി. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ എന്തും ക്ഷമിക്കും. പക്ഷെ ചതിക്കുന്നവനെ ഞാൻ. നിന്റെ സമയം നീ എണ്ണിക്കോ ബെന്നി. പണിക്കർ, നീ ആ 30 തന്നാ മതി. ആ ബെന്നിനെ ഞാൻ. താങ്ക് യു ബൈ. താങ്ക് യു. ആ